ഹായ്, ഞാൻ ജോസ്ലിൻ. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ അടുക്കളയിൽ ഇരുന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ചിന്ത കയറി വന്നു. എപ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ചിന്തകൾ വരാറ്. അങ്ങനെ ഞാൻ ആലോചിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത്രയും പണികൾ എടുക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ. അതായത് അടിച്ചു വാരുന്ന്, തുടച്ചിടുന്ന്, പിന്നെ അലക്കുന്ന്, പാചകം ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുട്ടികളെ നോക്കാനുണ്ടാവും, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ. അവർ ചിലപ്പോൾ സ്കൂളിൽ വിടേണ്ടി വരും, ആ പണിയെടുക്കുന്നു. ചിലപ്പോൾ ഹസ്ബൻഡിനെ കൊണ്ടുവിടേണ്ടി വരും, ബൈക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഞാൻ കൊണ്ടുവിടുന്നുണ്ട്. അങ്ങനെ ഓടി നടന്നിട്ട് എന്താ പറയുക, വീട്ടിലിരിക്കാൻ നേരമില്ല, ഒന്ന് കിടക്കാൻ നേരമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യം, ഞാൻ ഇത്രയും പണിയെടുക്കുന്നുണ്ട്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഈ കെട്ടിയന്മാർ, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കെട്ടിയന്മാർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വന്നിട്ട് അവിടെ കിടക്കും, നമുക്ക് ഓർഡർ തരും, പോയിട്ട് പാചകം ചെയ്യ്, നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊണ്ടുപോകും. അതിൻ്റെ ഇടയ്ക്ക് 100 വിളി വേറെ വിളിക്കും. ഇതൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് കേൾക്കുന്ന, അറിയുന്ന, നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒക്കെ ഉണ്ട്. ഇപ്പം ഞാനൊരു കാര്യം ചിന്തിച്ചു, ഇത്ര കാലം നമ്മളിത് ചെയ്തു, കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനിയുള്ള കാലം നമ്മുടെ കയ്യിലേക്ക് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കണ്ടേ? അത് ജോലിക്ക് പോകണം എന്നല്ല ഞാൻ പറയുന്നത്. വീട്ടമ്മമാരെ ആയിട്ട് ജീവിക്കാൻ അവരുടെ ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ പണിയൊക്കെ എടുക്കുന്നതിന് നിങ്ങളുടെ ഹസ്ബൻഡ്സ് എന്താണ് തരുന്നത്? നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് തരുന്നുണ്ടോ? നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ടോ? പോട്ടെ, നിങ്ങളെ കയ്യിൽ ഒരു രൂപ പോലും വെച്ച് തരാത്ത എത്ര ഹസ്ബൻഡ്സ് ഉണ്ട്? എത്ര പേർക്ക് എത്ര പൈസയായിട്ടാണ് കിട്ടുന്നത്? ഇതൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് തികയുന്നുണ്ടോ? ഇതൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. എൻ്റെ കാര്യം ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇന്നേ വരെ ഒരു റെക്കഗ്നീഷനും കിട്ടിയിട്ടില്ല, റെസ്പെക്റ്റ് കിട്ടിയിട്ടില്ല, ഒരു കൂലി കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഇത് സുപ്രീം കോടതിയുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്താനും കൂടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള എൻ്റെ ചില മൗലിക അവകാശങ്ങൾ അത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത്, എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ ഒരു മാസം ഈ പറഞ്ഞ പണികളൊക്കെ ചെയ്യുന്നതിന് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു കൂലി തരേണ്ടതാണ്. അത് ചുരുങ്ങിയത് 10,000 രൂപയിൽ കുറയാത്ത ഒരു കൂലി ആയിരിക്കണം. കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് ഇപ്പോൾ ഒരു സെർവൻറ്റിനെ നമ്മളെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ദിവസത്തിന് 600 രൂപയെങ്കിലും വെച്ചിട്ട് കൊടുക്കണം. നമ്മൾ അതൊന്നും ചോദിക്കുന്നില്ല, അത്രയൊന്നും ചോദിക്കുന്നില്ല. ഒരു 10 രൂപ മാത്രമാണ് ചോദിക്കുന്നത്. 10 രൂപ പോലും തരാനില്ലാത്തവനാണെങ്കിൽ അവൻ കല്യാണം കഴിക്കാതിരിക്കുകയാണ് നല്ലത്. അവൻ ഉണ്ടാക്കുന്ന എത്ര ആയിക്കോട്ടെ, അവൻ അതിനനുസരിച്ചുള്ളത് തന്നാൽ മതി. ഇപ്പം കൂലിപ്പണി എടുക്കുന്നവർക്ക് അത്ര ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ പറയാം 1000, 1200 ഉറുപ്പ്യെങ്കിലും ചുരുങ്ങിയതെന്ന് ഒരു കൂലിപ്പണിക്കാരന് കൂലി കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു 10 ഉറുപ്പ്യ വൈഫിന് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഈ പറഞ്ഞ ജോലികളെല്ലാം ചെയ്യുന്ന വീട്ടമ്മമാർക്ക് ഭർത്താക്കന്മാർ ഒരു 10,000 രൂപയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ്. ഇതിൻ്റെ മുന്നേ അങ്ങനെ എന്തോ ഒരു നിയമം വന്നതായിട്ട് അറിയുന്നുണ്ടായിരുന്നു. ഒരു 2,000 രൂപ അങ്ങനെ എന്തോ ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന്. 2,000 ഉറുപ്പ്യ കൊണ്ട് ഒന്നും ആവില്ല, ഞങ്ങൾക്ക് ഒന്നും ആവില്ല. ഇപ്പം ഭർത്താവ് ഉണ്ടായിട്ടും എല്ലാ പണിയും, അതായത് ഭാര്യമാരുടെ തലയിൽ ഇട്ടേച്ച് പോകുന്ന ഭർത്താക്കന്മാരുണ്ട്. കുട്ടികളുടെ കാര്യങ്ങൾ, ട്യൂഷൻ ഫീസ്, സ്കൂൾ ഫീസ്, അത് ഇത് ഒത്തിരി പ്രശ്നങ്ങൾ ഭാര്യമാർ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കടയിൽ കൊടുക്കാനുണ്ടാകും, ഇവർ കൊടുക്കൂല, എന്നിട്ട് ഭാര്യമാർ അവരുടെ സ്വർണം പണയം വെക്കും. എന്നിട്ട് ഈ ഒരു പൈസ അത് റോൾ ചെയ്ത് ഇങ്ങനെ പോകും. പിന്നെ ഈ പൈസ തിരിച്ചടയ്ക്കാൻ ഭർത്താക്കന്മാർ കൊടുക്കൂല, സ്വർണം ആ വഴിക്ക് പോകും. അങ്ങനെ എത്രയോ കേസുകളുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ പെണ്ണുങ്ങൾ ഓരോരുത്തർ ചിന്തിക്കേണ്ടതാണ്.
നിങ്ങൾ ചിന്തിച്ചിട്ട് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു തെറ്റ് ഉണ്ടെങ്കിൽ, ഇതൊന്നും ഈ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കാത്തവർ ഇതിൽ ദയവ് ചെയ്ത് കമൻ്റ് ഇടാൻ വരരുത്. എനിക്ക് അതൊരു കാര്യം, ഒരു അഭ്യർത്ഥനയാണ് അത്. കാരണം ഇത് ഈ ഭയങ്കരമായിട്ട് ഭാര്യമാരെ സൂക്ഷിച്ച് അത് അത്രയും നോക്കി കെയർഫുള്ളായിട്ട് കൊണ്ടുനടക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും. പക്ഷേ ഞങ്ങൾ അല്ലാത്ത ആൾക്കാരുടെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനത്തെ ആൾക്കാർ ദയവ് ചെയ്ത് കുലസ്ത്രീകളായിട്ട് വന്നിട്ട് ഒരിക്കലും ഇതിൽ കമൻറ്റ് ഇടാതിരിക്കുക, ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ ചെയ്യുന്ന പണിക്ക് ഒരു കൂലി തരണമെന്ന് പറയുക. ഇത് കിട്ടുന്നതിലൂടെ നിങ്ങൾക്കൊരു ഗുണം കൂടി ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഇതിനായിട്ട് ഇനിയിപ്പോൾ പൈസയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വേറെ ഒരു കോളിംഗ് ആപ്പും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരില്ല. ഒരു കോളിംഗ് ആപ്പും നിങ്ങൾക്കറിയാം അതിലൂടെ എത്രമാത്രം പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത്. അതായത് ഇപ്പം അവർ നിങ്ങളുടെ പേഴ്സണൽ IDs ചോദിക്കും, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഓരോന്ന് ചോദിച്ചറിയും. അതിലൂടെ നിങ്ങളെ ചിലപ്പം ബ്ലാക്ക് ചെയ്യും, ചൂഷണം ചെയ്യും, ഒക്കെ ചെയ്യും. അപ്പോൾ ഇതില്ലാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിൻ്റെ പുറമെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വേശ്യകളുടെ എണ്ണം കൂടി കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം വേശ്യകൾ എന്തിനാ പണിയെടുക്കുന്നത്? അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ വേശ്യകൾ ഇല്ലാതായി കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ പ്രശ്നങ്ങൾ വീടുകളിൽ തീരും. കാരണം ഭർത്താക്കന്മാർ ഇവരുടെ പിന്നാലെയാണ് പോകുന്നത്. നമ്മൾ ഭാര്യമാരുണ്ടായിട്ടും ഭർത്താക്കന്മാർ ഇവരുടെ പിന്നാലെയാണ് പോകുന്നത്. ഈ വേശ്യകളിൽ മാത്രം ഞാൻ കുറ്റം പറയില്ല, അല്ലാത്ത വീട്ടമ്മമാരും ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചവരുണ്ട്, അങ്ങനെ പോകുന്നവരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, കുട്ടികളുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരും ഒത്തിരി പേര് ഈ പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതിന് ജെൻഡർ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതും കുറയും. ഇതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഗുണങ്ങളെ പറ്റി മാത്രം നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ ഇതിന് ഞാൻ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ അത് കമൻ്റായിട്ട് എൻ്റെ ഈ ഒരു യൂട്യൂബ് പേജിൽ വന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം അറിയാൻ പറ്റും, എത്രത്തോളം സ്ത്രീകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പറഞ്ഞ കാര്യത്തിന് സുപ്രീം കോടതി എന്ത് നടപടി എടുക്കും എന്നുള്ള കാര്യവും അറിയാൻ പറ്റും. നമ്മൾ സ്ത്രീകൾക്കും ഇല്ലേ ഒരു വില, അല്ലേ?